ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിന്റെ നാളെ വരാനിരിക്കുന്ന പുതിയ വിശേഷം എന്താണെന്ന് കേട്ടാലോ? കേൾക്കുന്നതിന് മുന്നേറ്റ് നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനായിട്ട് ശ്രമിക്കണേ. ഒപ്പം തന്നെ പുതുതായിട്ട് നമ്മുടെ ചാനലിൽ വരുന്നവര് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ വെക്കുക. അങ്ങനെ നമ്മൾ നാളെ കാണാൻ പോകുന്നത് നമ്മുടെ നിധിയും സുധീഷും കൂടെ അങ്ങനെ വീട്ടിലോട്ട് നടന്നു വരികയാണ്. ആ വരുന്ന സമയത്ത് ഒരു യൂട്യൂബ് ഇൻഫ്ലുവൻസറെ കാണുകയാണ്. അപ്പൊ അവര് ഇങ്ങനെ കപ്പിൾസ് ആയിട്ടുള്ളവരുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരവര് എത്രത്തോളാണ് ഭാര്യനെ ഭർത്താവ് മനസ്സിലാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യനെ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നതിനെ കുറിച്ചൊക്കെയുള്ള ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കലും പരിപാടിയൊക്കെയാണ്. അങ്ങനെ നിധിയെയും സുധീഷിനെയും കണ്ടപ്പോൾ അവരങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ സുധീഷ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ സബ്സ്ക്രൈബർ ആണ്, ഞാൻ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ആണോ ചേട്ടാ, താങ്ക് യു എന്നൊക്കെ ആള് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സുധീഷിന്റെ അടുത്ത് നിധിയെ കുറിച്ചുള്ള ഭാര്യയാണല്ലോ, അപ്പൊ ഭാര്യയുടെ ഏതെല്ലാം കാര്യങ്ങൾ എത്രത്തോളം ഭാര്യയെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നറിയാനുള്ള ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. പക്ഷെ സുധീഷ് പറഞ്ഞ എല്ലാം നിധിയുടെ ഇഷ്ടാനങ്ങള്, അതായത് കളർ ഏതാണ്, ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഒരെണ്ണം പോലും തെറ്റാണ്ട് സുധീഷിന് പറയാൻ പറ്റി. അപ്പൊ നിധി വളരെ അത്ഭുതമായിട്ടാണ്, അത് അത്ഭുതത്തോടെ തന്നെ അതൊക്കെ കേട്ട്. കാരണം എങ്ങനെ സുധീഷിന് പറ്റി എന്നുള്ളത്. അടുത്ത തിരിച്ച് നിധിയുടെ അടുത്ത് സുധീഷിനെ കുറിച്ച് ചോദിക്കണം, ഭർത്താവിന്റെ ഏതൊക്കെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെയാണ് നിധി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറയും. അങ്ങനെ ചോദിച്ചപ്പോൾ നിധിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. കാരണം കളറ് ചോദിച്ചിട്ട് പറയാൻ പറ്റിയില്ല, ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണെന്ന് ചോദിച്ചിട്ട് ഒന്നും തന്നെ പറയാൻ പറ്റില്ല. അപ്പൊ സുധീഷ് കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തെങ്കിലും ഒടുവില് സുധീഷാണ് കൂടുതലായിട്ടും കറക്റ്റ് ആയിട്ട് എല്ലാം പറഞ്ഞത്. അപ്പൊ ആ ഇൻഫ്ലുവൻസർ പറയുകയും ചെയ്തു, എന്തായാലും ചേച്ചി ചേട്ടനെ കുറിച്ച് അധികം മനസ്സിലാക്കിയിട്ടില്ല, എന്തായാലും ചേട്ടൻ കളിക്കേട്ടോ, ചേട്ടൻ ചേച്ചിയെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറയണേ. അപ്പൊ നിധി എന്നിട്ട് അവർക്ക് രണ്ടുപേർക്കും ഓരോ ബൊക്കെയൊക്കെ യൂട്യൂബേഴ്സ് കൊടുക്കുകയാണ്. അപ്പൊ അതൊക്കെ മേടിച്ച് ഇങ്ങനെ നടന്നവര് വരുമ്പോഴത്തേക്ക് നിധി ചോദിക്കും, അല്ല സുധീഷിന് എങ്ങനെ എന്റെ കാര്യങ്ങളും എന്റെ ഇഷ്ടങ്ങളൊക്കെ എങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കും. എടോ, അതിപ്പോ നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ എല്ലാ കാര്യങ്ങളും നമ്മൾ അടുത്ത് നിന്ന് കണ്ടും കേട്ടും മനസ്സിലാക്കിയെന്ന് പറഞ്ഞു. അപ്പൊ നിധി ഒന്നും മിണ്ടിയില്ല. എനിക്ക് പറ്റിയില്ലല്ലോ അത്, അതിന് താൻ എന്നോട് സംസാരിക്കോ, എന്നോട് അടുത്ത് ഇടപഴകാനോ ഒന്നും ശ്രമിച്ചിട്ടില്ലല്ലോ. ഞാൻ അങ്ങനെയല്ല, തന്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് തന്നെയാണ് ഓരോന്നും മുന്നോട്ട് പൊക്കോണ്ടിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നിധി പതുക്കെ സുധീഷിനൊന്ന് നോക്കുന്നുണ്ട്, ആ ഒരു രീതിയിൽ. എന്നിട്ട് പിന്നെ അവര് വീട്ടിലോട്ട് നടന്ന് പലതും പറഞ്ഞൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് നിധിയുടെ കയ്യിൽ അവര് കൊടുത്ത ബൊക്ക ഓരോ പൂ ഇതെല്ലാം ഇങ്ങനെ പിച്ചി പിച്ചി ഇങ്ങനെ കളയുന്നുണ്ട്. സുധീഷ് അത് ശ്രദ്ധിക്കുന്നുണ്ട്. അവസാനം വീട് എത്താറായപ്പം അതില് പൂവിന്റെ എതളുകളൊന്നുമില്ല. അവസാനം നിധി ആ ബൊക്ക കളയുന്നു. പക്ഷെ സുധീഷ് അങ്ങനെയല്ല കേട്ടോ. സുധീഷ് ആ കൊടുത്ത സ്നേഹം പോലെ തന്നെ അത് ആ കയ്യിൽ സൂക്ഷിച്ചു വെച്ചൊക്കെയായിരുന്നു. അങ്ങനെ വീടൊക്കെ എത്തിക്കഴിഞ്ഞ് കുറെ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഹരീഷ് വർക്ക്ഷോപ്പിൽ പോയിട്ട് എത്തിയിട്ടില്ലല്ലോ. കാരണം എന്താന്ന് വെച്ചാല് ഹരീഷിന് മറ്റേ നമ്മുടെ നീതുവിന്റെ അഖില്, അതായത് നീതുവിന്റെ ആങ്ങള വന്നിട്ട് വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കിയായിരുന്നു. സുധീഷ് ഇടപെട്ട് നല്ലതുപോലെ കൊടുത്ത് പെരുമാറി തന്നെയാണ് വിട്ടിരുന്നത്. എന്നിട്ടാണ് നിധിയുടെ അടുത്ത് പോയത്. അപ്പം ഈ സംഭവങ്ങളൊന്നും ഹരീഷ് രാത്രി വന്നു കഴിഞ്ഞാൽ പറയരുതെന്നും പറഞ്ഞ് നമ്മുടെ സുഭാഷ് നികേഷിന്റെ അടുത്തും സുധീഷിന്റെ അടുത്തും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഹരീഷ് അറിഞ്ഞു കഴിഞ്ഞാൽ നേരെ ചെന്ന് വീട്ടിൽ ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. വെറുതെ എന്തിനാണ് നമ്മളായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഭാസ്കരൻ ഫ്രണ്ടിലിരുന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട്, സുഭാഷ് പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പം നികേഷ് പറഞ്ഞു, ഹരീഷ് ഏട്ടൻ അറിയുന്നതല്ലേ സുഭാഷ് ഏട്ടൻ നല്ലത്, ഹരീഷ് ഏട്ടൻ അറിയട്ടെ, അവരെ കുറിച്ചും ഇതിന്റെ വീട്ടുകാരെ കുറിച്ചൊക്കെ ഒന്ന് അറിയട്ടെ, പ്രത്യേകിച്ച് ആ അഖിലെന്ന് പറഞ്ഞവനെ കുറിച്ച് അറിയട്ടെ എന്ന് പറയാം. വേണ്ട വേണ്ട, നിന്നോട് പറയണ കേട്ടാ മതി എന്ന് പറഞ്ഞിട്ട് സുഭാഷ് വീണ്ടും താക്കീത് കൊടുക്കുകയാണ്. ഓക്കെ എന്നാ, ഇനി ഞങ്ങളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്നും പറഞ്ഞ് സുധീഷും നികേഷും മിണ്ടാനായിട്ട് പോയില്ല കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഹരീഷ് വീട്ടിലോട്ട് വർക്ക്ഷോപ്പിൽ നിന്ന് വരെയാണ്. അപ്പൊ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഹരീഷ് ചോദിച്ചു, ഇതെന്താ ഇന്ന് എല്ലാവരും ഇങ്ങനെ സൈലന്റ് ആയിട്ട് നിൽക്കണം? ഒന്നുമില്ലടാ, ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ സുഭാഷ് പതിവിലും ഓപ്പോസിറ്റ് ആയിട്ട് ഹരീഷിന്റെ അടുത്ത് ചോദിച്ചു, എടാ നിനക്ക് കുടിക്കാൻ ചായ എടുക്കട്ടെ അതോ ചോറ് എടുക്കണോ, എന്താ വേണ്ടേ? അപ്പം ഹരീഷ് ഇങ്ങനെ അതിശയത്തോടെ ഇങ്ങനെ ചോദിച്ചു, അല്ല സുഭാഷ് ഏട്ടൻ ഇങ്ങനെ എൻ്റെ അടുത്ത് കുളിച്ച് ഫ്രഷ് ആയി വന്നല്ലാണ്ട് എനിക്ക് ചോറൊന്നും തരാറില്ലല്ലോ, പിന്നെ ഇന്ന് എന്താ പതിവില്ലാണ്ട് ഒരു മാറ്റം, എന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ എന്നുള്ളൊരു തോന്നല് ഫസ്റ്റ് ടൈം തന്നെ നമ്മുടെ ഹരീഷിന് വരെയാണ്. അപ്പൊ ഹരീഷ് അത് മനസ്സിൽ ഇങ്ങനെ ഓർത്തിട്ട് സുഭാഷിന്റെ അടുത്ത് നിന്നിട്ട് പറയാം, അല്ല സാധാരണ ഞാൻ കുളിച്ചിട്ട് വന്നല്ലാണ്ട് സുഭാഷിയുടെ എന്നെ ഭക്ഷണം കഴിക്കാൻ പോലും ഇരുത്താറില്ല, ഇന്ന് എന്താ പ്രത്യേകത എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് സുഭാഷ് അങ്ങ് മാറി. അപ്പോഴേക്കും നമ്മുടെ നികേഷും ഹരീഷും കൂടെ അവിടെ ഇരുന്ന് പറഞ്ഞു, നമ്മളെ ഉപദേശിക്കാൻ വന്ന ആള് തന്നെ
ഫസ്റ്റ് എന്നെ ചളാക്കിയിട്ടുണ്ട്, ഇനി എന്താവോ എന്തോ എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് നമ്മുടെ സുധീഷ് എങ്ങനെയാ ഹരീഷിനെ ഡീൽ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് നികേഷിന്റെ അടുത്ത് നിന്ന് നേരെ ഹരീഷിന്റെ അടുത്ത് ചെല്ലണല്ലോ. എന്നിട്ട് പറഞ്ഞു, എടാ ഹരീഷ്, നിന്റെ വർക്ക്ഷോപ്പിൽ ഇപ്പൊ എങ്ങനെയുണ്ട്, തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ, പണിയൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ, ഇന്ന് എത്ര വണ്ടികളുണ്ട് എന്നൊക്കെ. ഹരീഷ് അന്താളിച്ച് ഇങ്ങനെ നിൽക്കണ, അല്ല ഇതാരാണ് എന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കണത് ജീവിതത്തിൽ ആദ്യമായിട്ട്. അപ്പൊ തന്നെ ഹരീഷിന് ക്ലിക്ക, അതെ ഇവിടെ എന്തോ സംതിങ് ഉണ്ട്, എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ, ഇവിടെ എല്ലാവർക്കും ഒരു മാറ്റം വന്നിട്ടുണ്ട്. സുഭാഷ് ഏട്ടാ, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ, എടാ ദികേഷ്, എന്നോട് പറയാനായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നിങ്ങനെ ഹരീഷ് ചോദിക്കുന്നത്. അപ്പൊ ഇതെല്ലാം കേട്ടോണ്ട് നമ്മുടെ ഭാസ്കര ഉമ്മർത്തിരിപ്പുണ്ടായിരുന്നു. ഭാസ്കരൻ വന്നിട്ട് പറയും, എടാ മോനെ, അവരാരും പറയില്ല, അതെ ഞാൻ പറയാം. ഞാനേ ഇന്നിവിടെ വീട്ടില് വലിയ പ്രശ്നം ഉണ്ടായി. നീ സ്നേഹിക്കണ ആ പെണ്ണുണ്ടല്ലോ, എന്താ അവളുടെ പേര്? അപ്പൊ നമ്മുടെ ഹരീഷ് പറഞ്ഞ, അത് നീതു. ആ നീതു, അവളുടെ ആങ്ങള ഒരുത്തൻ വന്നിട്ടേ ഇന്ന് വീട്ടില് വെല്ലുവിളിച്ചിട്ടാ പോയത്, നീ അവളുടെ പുറകെ നടക്കണ പോലും, ഇനി മേലാ നടന്ന നിന്റെ കൈയും കാലും വെട്ടിയിടുമെന്നൊക്കെ നമ്മളെ ഏതാണ്ട വെല്ലുവിളിച്ച് പോയണക്ക. അപ്പോഴേക്കും നമ്മുടെ സുധീഷ് പറഞ്ഞ, അതെ വേറൊന്നുമില്ല, അത് ഞാൻ വേണ്ട പോലെ കൊടുത്തു എന്നടാ വിട്ടേക്കിന. അപ്പോഴേക്കും ഹരീഷ് ചോദിച്ചു, എന്താ നിങ്ങൾ എന്നോട് മാത്രം ഈ സംഭവങ്ങളൊന്നും പറയാത്തെന്ന് ചോദിക്കണ. അപ്പോഴേക്കും നേരെ അടുക്കളയിൽ ചെന്നിട്ട് സുഭാഷിന്റെ അടുത്ത്, സുഭാഷിന് മനസ്സിലായി കയ്യിൽ നിന്നെല്ലാം പോയി എന്നുള്ളത്. സുഭാഷ് പറഞ്ഞു, എടാ അതിന് മാത്രം ഒന്നുമില്ല, അവൻ വന്നു ഏതാണ്ടൊക്കെ പറഞ്ഞു, സുധീഷും ഞാനും ഒക്കെ ഏതാണ്ടൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട്, ഇനി നീ ആയിട്ട് പ്രശ്നത്തിനൊന്നും പോണ്ട ഹരീഷ് എന്ന് പറഞ്ഞു. ഹരീഷ് പറഞ്ഞു, എന്നാൽ എന്നോട് ഒളിച്ചു വെച്ച് എന്തിനാ സുഭാഷ് ചേട്ടാ, ഇത് അങ്ങനെ വിട്ടാ പറ്റൂലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഇതൊക്കെയാണ്. അവസാനം സുഭാഷ് ഭാസ്കറിന്റെ അടുത്ത് ചെന്നിട്ട്, ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു വെച്ചാ മിണ്ടാണ്ടിരിക്കാൻ പാടില്ല, ഇനി അവൻ എന്താ കാട്ടി കൂട്ടണേന്ന് പിന്നെ അവ അറിയണ്ടേടാ, ഈ പ്രശ്നങ്ങളൊക്കെ അറിയണ്ടേന്ന് ഭാസ്കരൻ സുഭാഷിനോട് ചോദിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഹരീഷിന് ദേഷ്യം വന്ന് ഹരീഷ് ആ റൂമിൽ പോയി ഇരുന്ന് ഇങ്ങനെ ദേഷ്യം മൊത്തം ഇങ്ങനെ കൈയൊക്കെ ഇട്ട് കാണിച്ച് ഇങ്ങനെ ഇരിക്കാണ്. ആ സമയത്താണ് നമ്മുടെ നീതു വിളിക്കുന്നത്. ഹരീഷിന് വരില്ലേ ദേഷ്യം. ഹരീഷ് ആ കോൾ അറ്റൻഡ് ചെയ്യാനേ പോയില്ല. അപ്പൊ ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും നീതു കോൾ ചെയ്യാണ്. ഹരീഷിന്റെ ഗതി കെട്ട് ഹരീഷ് കോൾ എടുക്കേണ്ടതേ, ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞേക്കാം, നിന്നെ സ്നേഹിക്കണമെന്ന് പറഞ്ഞേ എന്റെ വീട്ടിൽ വന്ന് എന്റെ അച്ഛനെ, എന്റെ ചേട്ടന്മാരെ, എന്റെ അനുജനെയൊക്കെ തെറി വിളിക്കാൻ നിന്റെ ആങ്ങളെ ആരാടിയെന്ന് ചോദിച്ചു. അപ്പോഴേക്കും നീതു പെട്ടെന്ന് ഷോക്കായിപ്പോ. അപ്പൊ നീതു പറഞ്ഞു, ഹരീഷെ സത്യമായിട്ടും ഞാൻ ആ സംഭവം അറിഞ്ഞതില്ല, അറിഞ്ഞെങ്കിൽ ഞാൻ അത് നല്ല രീതിയിൽ തന്നെ ഞാനത് തടഞ്ഞേനെ എന്നിങ്ങനെ നീതു പറഞ്ഞു. നീ തടയോ എന്ത് വേണോ ചെയ്തോ, പക്ഷെ എന്റെ വീട്ടുകാരെ വെല്ലുവിളിക്കാൻ മാത്രം നിന്റെ ആങ്ങളെ ആയിട്ടില്ല. ഞാൻ വരുന്നുണ്ട്, അവനെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്, അവൻ ആരാന്ന് അവന്റെ വിചാരം എന്നൊക്കെ പറഞ്ഞിട്ട് ഹരീഷ് നീതുവിനെ കുറെ പറയുന്നുണ്ട്. അവസാനം നീതു എത്ര പറഞ്ഞിട്ട് ഹരീഷ് ദേഷ്യപ്പെട്ടു. അവസാനം ഫോൺ വെക്കുകയാണ്. അവസാനം നീതുവിന് വല്ലാത്തൊരു വിഷമം തോന്നുകയാണ്. അപ്പോഴേക്കും നമ്മുടെ നീതുവിന്റെ അമ്മ വരെയാണ്. ആരടി നിന്നെ ഫോൺ ചെയ്തത്? അപ്പൊ നീതു പറഞ്ഞു, ആരായാലും അമ്മയ്ക്ക് എന്താ, അവനായിരിക്കും അല്ലേടി. അതെ ഹരീഷ് തന്നെ വിളിച്ചത്, അതിന് അമ്മയ്ക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ? അപ്പോഴേക്കും നീതുവിന്റെ അമ്മ ദേഷ്യപ്പെട്ട്, നിന്നോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല അല്ലേടി ഒരുമ്പെട്ടവളെ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ അടി നീതുവിന്റെ ചെകിടത്തിട്ട് കൊടുക്കണം കേട്ടോ. നീതു കിളി പോയ കണക്കായിപ്പോയി. അപ്പൊ നീതുവിനും വാശിയായി ദേഷ്യം. നീതു പറഞ്ഞു, അതെ എന്നെ തല്ലിയാലും ശരി കൊന്നാലും ശരി, ഞാൻ ഹരീഷിനെ സ്നേഹിക്കുകയും ചെയ്യും, ഹരീഷിന്റെ കല്യാണം കഴിച്ച് ജീവിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. എന്നാലൊന്ന് അത് കാണണോലോടി എന്നുള്ള രീതിയിൽ അവരെല്ലാരും കൂടെ നമ്മുടെ നീതുവിന്റെ മെക്കിട്ട് അങ്ങോട്ട് കയറിയാണ്. നീതു കുറേയൊക്കെ എതിർത്ത് നിന്നു. ഒരു പരിധി ഉണ്ടല്ലോ, അതിൽ കൂടുതൽ പറ്റില്ലല്ലോ. അങ്ങനെ അവരെല്ലാരും കൂടെ നീതുവിനെ കുറെ വഴക്കൊക്കെ പറഞ്ഞു. പക്ഷെ എന്ത് വഴക്ക് പറഞ്ഞു എന്നും പറഞ്ഞപ്പോ നീതു ഈ ഒരു തീരുമാനം മാറ്റാനൊന്നും പോണില്ല. കാരണം നീതുവിനറിയാം ഹരീഷിനെ കൊണ്ട് സമ്മതം എന്നൊന്ന് പറയിപ്പിച്ചെടുക്കാൻ നീതു എത്ര നാൾ പുറകെ നടന്നു എന്നും അത് കഴിഞ്ഞ് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് ഈ സമ്മതം പറയിപ്പിച്ചതെന്നൊക്കെ നമ്മുടെ നീതുവിനറിയാം. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നമ്മുടെ നിധി ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വൈകിട്ട് വീട്ടിലെത്തേണ്. അപ്പം എത്തിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നികേഷ് ഭയങ്കര പഠിത്തം കേട്ടോ. അപ്പൊ നമ്മുടെ നിധി ചെന്നിട്ട് ചോദിച്ചു, എടാ നാളെ എക്സാം വല്ലതും ആണോ? ഭയങ്കര പഠിത്തമാണല്ലോ. ആ നിധിയായിട്ടെത്തി, ഭയങ്കര ടഫാ, എത്ര പഠിച്ചിട്ട് തലേ കയറില്ല, ഭ്രാന്ത് പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അതെ നീ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി, ടെൻഷൻ ഒന്നും വിചാരിക്കാണ്ടിരുന്ന് പഠിക്കുക, നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ സമയം നമ്മുടെ സുഭാഷ് നമ്മുടെ നിധിക്കും നമ്മുടെ നികേഷിനും ചായയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ നിധി ചോദിച്ചു, അല്ല രണ്ടുപേരെ കാണാനില്ലല്ലോ, എവിടെ പോയി എന്ന് ചോദിക്കുന്നത്. അപ്പൊ നികേഷ് പറഞ്ഞു, ഇവിടെ ഉണ്ടായിരുന്നല്ലോ രണ്ടുപേരും, എങ്ങോട്ട് പോയാവോ? അപ്പൊ സുഭാഷ് പറഞ്ഞു, രണ്ടുപേരും കൂടെ പുറത്തു നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോ എന്താ ഉദ്ദേശം എന്ന് അറിഞ്ഞൂടാ, ഇനി എങ്ങോട്ട് പോയാവോ? അപ്പോഴേക്കും നമ്മുടെ സുഭാഷ് പറഞ്ഞു,
ഇനി എങ്ങാനും ഹരീഷും സുധീഷിനെയും കൂടെ കൂട്ടിക്കൊണ്ട് ആ നീതുവിന്റെ വീടെങ്ങാനും തിരക്കി പോയിട്ടുണ്ടാവോ? അപ്പൊ നികേഷ് പറഞ്ഞു പോണെങ്കിൽ പോട്ടെ, രണ്ട് വർത്തമാനം പറയട്ടെ എന്ന് പറഞ്ഞു. നീ എന്താ എരുതിയിൽ എണ്ണ ഒഴിക്കുകയാണോ? അങ്ങനെ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണോ അവിടെ നികേഷ് നല്ലതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിധി പറഞ്ഞു സുധീഷിന് ഒന്നാമത് എടുത്തുകാട്ടം ഉള്ളതാ, ഇനി അവിടെ ചെന്ന് വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഇനി അടുത്ത കുലുമാല് വരുത്തി വെക്കും എന്നൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ വാസ്തവത്തിൽ സംഭവം അവര് പറഞ്ഞത് തെറ്റിയില്ല. നമ്മുടെ നീതുവിന്റെ വീടും തിരക്കി ഹരീഷും സുധീഷും കൂടെ ചെല്ലാണ്. ഇനി അവിടെ ചെന്നിട്ട് ഉണ്ടാക്കണ കോലാഹലങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് ഇനി അടുത്ത എപ്പിസോഡിലാണ്. അപ്പൊ ഏകദേശം നാളെ വരുന്ന സീനിൽ ഇത്രയൊക്കെയാണ് വരുന്നത്. ഇനിയിപ്പോ അഖിലിന്റെ വീട്ടിൽ പോയിട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അഖിലിനെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ ഉന്തും തള്ളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് ഇവിടെ പ്രൊമോ വൈൻഡപ്പ് ആവുകയാണ്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ടും ശുഭരാത്രി പറഞ്ഞുകൊണ്ടും കാറ്റത്തെ കിളിക്കൂടിന്റെ പ്രൊമോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇപ്പൊ നല്ല അടിപൊളി മഴയൊക്കെയാണ് കേട്ടോ. ചെറിയ മഴയുടെ ഒരു ബുദ്ധിമുട്ടും ശബ്ദങ്ങളിലൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിക്കാനും പുതുതായിട്ട് വരുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.